ഏകാഗ്രതയുടെ ശക്തി. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് സമാഹരിക്കപ്പെടുമ്പോൾ അവിടെ പുതിയ എന്തെങ്കിലും ഒന്ന് ജന്മം കൊള്ളുന്നു. ശാസ്ത്രജ്ഞന്മാർ ഈ ശക്തി ഉപയോഗിച്ച് എത്രയെത്ര പുതിയ ആവിഷ്കാരങ്ങൾ നടത്തി. ജീവിതത്തെ കലയിൽ ഏകാഗ്രമാക്കിയ എത്രയെത്ര കലാകാരന്മാർ നൂതനമായ കലകളെ വികസിപ്പിച്ചു. യോഗിവര്യന്മാർ ഏകാഗ്രതയിലൂടെ എത്ര ഗഹനമായ ശാന്തിയും ആനന്ദവും കണ്ടെത്തി. കായിക പ്രതിഭകൾ എത്രയെത്ര റെക്കോർഡുകൾ സൃഷ്ടിച്ചു. നമ്മളിന്ന് ഉപയോഗിക്കുന്ന മുട്ടുസൂചിക്ക് മുതൽ സാറ്റലൈറ്റുകൾക്ക് വരെ ജന്മം നൽകിയ മാതാവാണ് ഏകാഗ്രത. ഇന്നുവരെ ഇല്ലാതിരുന്ന എന്തെങ്കിലും കണ്ടെത്തൽ ഇനി ഉണ്ടാവുകയാണെങ്കിൽ ആരുടെയൊക്കെയോ ഏകാഗ്രതാശക്തി അതിനു പിന്നിലും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. എന്താണ് ഏകാഗ്രത? ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒത്തൊരുമിച്ച പ്രയാണമാണ് ഏകാഗ്രത. ഏകാഗ്രത ഒരു നിശ്ചലാവസ്ഥയല്ല, ഒന്നിൽ മാത്രം മനോബുദ്ധികൾ ചലിക്കുന്നതാണ് ഏകാഗ്രത. ഒന്നിൽ തന്നെ തുടർച്ചയായി ബോധം ധ്യാനനിരതമാകുമ്പോൾ അത് തൻ്റെ ലോകമായിത്തീരുന്നു. അതല്ലാതെ മറ്റൊന്നും തന്നെ ബാധിക്കാത്ത അവസ്ഥ കൈവരുന്നു. ആ സമയത്ത് ആ വ്യക്തി അതിൻ്റെ പരിപൂർണമായ അറിവും ആസ്വാദനവും മാത്രമായിരിക്കും നുകരുന്നത്. ധ്യാനം പരിശീലിക്കുവാനായി വരുന്ന പലരും പറയുന്ന ഒരു പരാതിയുണ്ട്, എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഏകാഗ്രത ലഭിക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരവും ഉണ്ടായിരിക്കില്ല. അലസമായി ചെയ്യുന്ന ഒരു വിഷയത്തിലും ഏകാഗ്രത നേടിയെടുക്കുവാൻ സാധിക്കില്ല. ചടങ്ങുപോലെ ചെയ്യുന്ന അനുഷ്ഠാന പ്രക്രിയയിലൂടെയും ഏകാഗ്രത സിദ്ധിക്കില്ല. എന്തോ പുതിയ ഒന്നിനെ തേടുമ്പോൾ മാത്രമേ മനസ്പൂർണ്ണ ശ്രദ്ധയോടെയും ആകാംക്ഷയോടെയും അതിൽ തന്നെ നിലനിൽക്കുകയുള്ളൂ. അതിനാൽ ധ്യാനപരിശീലനത്തിൽ അന്വേഷണം ആവശ്യം തന്നെയാണ്. പുതിയതൊന്നും തിരയേണ്ടതില്ല. ശാന്തി, സ്നേഹം, ആനന്ദം, ശക്തി എന്നിങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളെയാണോ ബാഹ്യലോകത്തിൽ തിരഞ്ഞിരുന്നത് അതുതന്നെയാണ് ആന്തരിക ലോകത്തിൽ തിരഞ്ഞു കണ്ടെത്തേണ്ടത്. അത് തിരയേണ്ട സ്ഥലം സ്വന്തം ഉള്ളു തന്നെയാണ്. സിനിമ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും സിനിമയിൽ മുഴുകുന്നതോടെ തിയേറ്ററിനെക്കുറിച്ചോ താനിരിക്കുന്ന കസേരയെക്കുറിച്ചോ തന്നെക്കുറിച്ചോ പോലും ചിന്തയില്ലാതെ സിനിമയിലെ സാങ്കൽപ്പിക ലോകത്തിലെ വിഷയങ്ങളിൽ മുഴുകിപ്പോകാറില്ലേ? ആ സമയത്ത് ആ സാങ്കൽപ്പിക കഥ താങ്കളിൽ വിവിധ വികാരഭാവങ്ങളെ സൃഷ്ടിക്കാറുമില്ലേ? അതുപോലെ താങ്കൾ ജീവിക്കുന്നിടത്തെ ഭൗതിക യാഥാർത്ഥ്യം ദുഃഖം നിറഞ്ഞതാണെങ്കിൽ പോലും താങ്കളുടെ സങ്കല്പതലത്തിൽ ശാന്തിയെക്കുറിച്ചാണ് ചിന്തയെങ്കിൽ ശാന്തി അനുഭവമാകും. താങ്കളുടെ മുമ്പിൽ എന്തു നടക്കുന്നു എന്നതിലുപരി താങ്കളുടെ മനസ്സിൽ എന്തു നടക്കുന്നു എന്നതിനാണിവിടെ പ്രാധാന്യം. താൻ ധ്യാനിക്കുന്ന വിഷയത്തിൽ അനുസ്യൂതം സങ്കല്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അല്ലാത്തപക്ഷം ധ്യാനം പല ചിന്തകളായോ നിദ്രയായോ പരിണമിക്കും. ധ്യാനത്തിൽ ഏകാഗ്രത കൈവരിക്കണമെങ്കിൽ ധ്യാനത്തിൽ അല്ലാത്ത സമയത്തും മനസ്സിനെ അധികം അലയാൻ വിടരുത്. അധിക സംസാരം, അലസ സംസാരം എന്നിവ ഒഴിവാക്കണം. അമിതമായി ലോകവിഷയങ്ങൾ മനസ്സിൽ നിറയ്ക്കരുത്. ആരെയും വേദനിപ്പിക്കരുത്, ആരിലും ഒന്നിലും ആസക്തരാകരുത്. ലക്ഷ്യമില്ലാത്ത ജീവിതം നയിക്കരുത്. അമിതഭക്ഷണം, അമിതനിദ്ര എന്നിവയും അരുത്. ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തരുത്, അത് നിങ്ങളെ നശിപ്പിക്കും. ശാന്തിയുണ്ടാകുന്നത് തൃപ്തിയുണ്ടാകുമ്പോഴാണ്. തൃപ്തിയുണ്ടാകുന്നത് ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിയുമ്പോഴാണ്. ഇല്ലായ്മകൾ കണ്ടു ശീലിച്ചു വന്നവർക്ക് ഇതെളുപ്പം സാധിക്കും. നമുക്ക് ചുറ്റുമുള്ള എത്രയോ ആളുകൾ ഒന്നും തന്നെ കരുതി വയ്ക്കാതിരുന്നിട്ടും സന്തോഷമായി തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്നു. ഇനി എല്ലാം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും എന്ന് വേവലാതിപ്പെടുന്നവരുമുണ്ട്. ഇവിടെയെല്ലാം ഒരു വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾക്കുള്ളത് മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കൂ. അതിനാൽ ആവലാതികൾ ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കി ഏകാഗ്രതയോടെ പരിശ്രമിക്കൂ. ഏകാഗ്രമായ മനസ്സിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവൂ. ഏകാഗ്രമായ മനസ്സുള്ളവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ധ്യാനം ശീലിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കും. ജീവിതത്തിന് ഒരു ചിട്ടയുണ്ടാവുന്നത് എന്തിനും എല്ലായ്പ്പോഴും നല്ലതാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിജയം അത് ദൈവനിശ്ചയം തന്നെയാണ്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.